എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ എന്തുണ്ടാക്കാമെന്നാണ് ഉച്ച തുടങ്ങിയിട്ടുള്ള ആലോചന. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കുഞ്ഞു കൊച്ച് സ്കൂൾ ബസ് ഇറങ്ങി വരുമ്പോഴേക്കും ചോദിക്കണത് ഇന്നെന്താ തിന്നാന്ന് ചോദിച്ചിട്ടാണ് വരിക. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബസ് ഇറങ്ങണേൻ്റെ അടുത്ത് തന്നെ ഒരു എണ്ണക്കടികൾ വിൽക്കണ ഒരു കടയുണ്ട്. അവിടെ നിന്ന് നല്ല മണം വരുന്നുണ്ടാവും. അപ്പോൾ ചില ദിവസം എനിക്ക് മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എണ്ണക്കടിയൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന്. എൻ്റെ സ്കൂൾ ഡേയ്സിലൊക്കെ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പലഹാരം അത്. പിന്നെ ഇതിൻ്റെ പേര് ആണത് പ്രശ്നമായിരുന്നത് അന്ന്, കോഴിക്കോട്ട. അന്ന് അമ്മയൊക്കെ അങ്ങനെ പറയാം, കോഴിക്കോട്ട. അപ്പം എന്തോ കോഴിയുടെ ഒരു സാധനമാണ് എന്തൊക്കെയാണ് എൻ്റെ മനസ്സിലന്ന്. ഇപ്പം വലുതായി ഞാൻ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ഇതിന് കോഴിയായിട്ട് ഒരു ബന്ധവുമില്ല, ഇതിൻ്റെ പേര് കൊഴുക്കട്ട എന്നാണ്. പിന്നെ കുക്കിങ്ങിൽ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നല്ല കേട്ടോ. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യും, അത് ഭാഗ്യത്തിന് എല്ലാവർക്കും ഇഷ്ടാവും, അത്രയ്ക്കൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവരുടെയും പോലെ ഞാനും കുറേയൊക്കെ അങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് കുക്കിങ്ങൊക്കെ ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ അളവ് കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഫോളോ ചെയ്യില്ല. കാരണം പാചകം ഒരു കലയാണല്ലോ. നമ്മുടെ വീട്ടിൽ പലർക്കും ഇഷ്ടമില്ലാത്ത ഫ്ലേവേഴ്സും സാധനങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലത്തെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിൽ മേക്ക് ചെയ്യാം. അപ്പോഴാണ് സക്സസ് ആവുള്ളൂ സംഭവം. അങ്ങനെ എൻ്റെ കൊഴുക്കട്ട പരത്തലും ഉരുട്ടലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനൊരു ഇലയുടെ മുകളിലാണ് ഇത് വെക്കണത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, താഴേന്ന് സ്റ്റീം വരുന്ന സമയത്ത് ഈ കൊഴുക്കട്ട ഇങ്ങനെ അതുമ്മ ഒട്ടി പിടിച്ചിരിക്കും. അപ്പം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും, വെള്ളമൊന്നും കയറാണ്ട് എന്ന്. അങ്ങനെ ഇത് മൂടിയും വെച്ചു. ഇനി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായതേ. എൻ്റെ കോഴിക്കോട്ട സെറ്റായിട്ടുണ്ട്. കോഴിക്കോട്ടയല്ല, കൊഴുക്കട്ട. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ.